ഭാരതീയ റെയിൽവേയുടെ നവീകരണത്തിന്റെ ഭാഗമായി സാധാരണക്കാർക്കായി കുറഞ്ഞ നിരക്കിൽ ആധുനിക സൗകര്യങ്ങളോടെ ആരംഭിച്ച ട്രെയിൻ സർവീസുകളാണ് അമൃത് ഭാരത് എക്സ്പ്രസ്. സാധാരണക്കാരന്റെ യാത്രാദുരിതത്തിന് അറുതി വരുത്താൻ ലക്ഷ്യമിട്ടുള്ള റെയിൽവേയുടെ പുത്തൻ വിപ്ലവം. ഇത് കേരളത്തിൽ ഓടിത്തുടങ്ങുമ്പോൾ പുത്തൻ അധ്യായത്തിനാണ് ഇന്ത്യൻ റെയിൽവേ തുടക്കമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് ഇത് ഫ്ളാഗ് ഓഫ് ചെയ്തു. ദക്ഷിണേന്ത്യയിലെ 3 പ്രധാന നഗരങ്ങളിലേക്കാണ് കുറഞ്ഞ ചെലവിൽ ഹൈടെക് യാത്ര ഒരുങ്ങുന്നത്. വന്ദേ ഭാരതിന് പിന്നാലെ സാധാരണക്കാർക്കായി റെയിൽവേ ഒരുക്കിയ ഈ പ്രത്യേക സർവീസുകൾ ടിക്കറ്റ് നിരക്കിലും സൗകര്യങ്ങളിലും വൻ ഞെട്ടലാണ് നൽകുന്നത്. അമൃത് ഭാരത് ട്രെയിനുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ നിരക്ക് തന്നെയാണ്. ജനറൽ കോച്ചിൽ വെറും 36 രൂപയ്ക്ക് 50 കിലോമീറ്റർ വരെ യാത്ര ചെയ്യാം. സ്ലീപ്പർ ക്ലാസ്സിൽ 200 കിലോമീറ്റർ വരെയുള്ള ദൂരത്തിന് അടിസ്ഥാന ടിക്കറ്റ് നിരക്ക് 143 രൂപ മാത്രമാണ്. എന്നാൽ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ ട്രെയിനുകളിൽ RAC ടിക്കറ്റുകൾ ഉണ്ടായിരിക്കില്ല എന്നതാണ്. അന്ത്യോദയ ട്രെയിനുകൾക്ക് സമാനമായ പ്രത്യേക നിരക്ക് ഘടനയാണ് ഇതിന് നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റു ട്രെയിനുകളിൽ ജനറൽ കോച്ചിലെ യാത്രകൾ അമൃത് ഭാരതിൽ ഉണ്ടാവില്ല. ജനറൽ കോച്ചുകളിലും ആധുനിക രീതിയിലുള്ള കുഷ്യൻ സീറ്റുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 11 ജനറൽ കോച്ചുകളും 8 സ്ലീപ്പർ കോച്ചുകളും അടക്കം 1740 പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാൻ സാധിക്കും. മികച്ച ഇന്റീരിയർ ഡിസൈൻ, സുരക്ഷയ്ക്കായി CCTV ക്യാമറകൾ, അത്യാധുനിക അഗ്നിരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഇതിലുണ്ട്. മെച്ചപ്പെട്ട ശുചിമുറികളാണ് ഈ തീവണ്ടിയിലുള്ളത്. തലസ്ഥാന നഗരത്തെ ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രതിവാര സർവീസുകൾക്കാണ് തുടക്കമായത്. കൂടാതെ നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരം വഴി മംഗളൂരുവിലേക്കുള്ള സർവീസും മോദി ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു. ഇതിനൊപ്പം തൃശൂർ, ഗുരുവായൂർ പാസഞ്ചർ സർവീസും നാടിന് സമർപ്പിച്ചു. തിരുവനന്തപുരത്ത് BJP നഗരസഭാ ഭരണം പിടിച്ചതിന് പിന്നാലെ എത്തിയ മോദി റെയിൽവേക്ക് ഈ സമ്മാനം നൽകുകയായിരുന്നു. കേരള രാഷ്ട്രീയത്തിലും ഇത് വലിയ ചർച്ചയാവുകയാണ്. 3 അമൃത് ഭാരത് എക്സ്പ്രസുകളുടെ സമയക്രമത്തിന് കഴിഞ്ഞ ദിവസം റെയിൽവേ അംഗീകാരവും നൽകിയിരുന്നു. തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ള നാഗർകോവിലിൽ നിന്ന് മംഗളൂരുവിലേക്കുള്ള വണ്ടി ചൊവ്വാഴ്ചകളിൽ രാവിലെ 11:40 പുറപ്പെട്ട് ബുധനാഴ്ച രാവിലെ 5 മംഗളൂരുവിലെത്തും. തിരിച്ച് മംഗളൂരു ജംഗ്ഷനിൽ നിന്ന് രാവിലെ 8 പുറപ്പെട്ട് രാത്രി 10:05 നാഗർകോവിലെത്തും. തിരുവനന്തപുരം, കോട്ടയം, ഷൊർണൂർ വഴിയാണ് യാത്ര. താമ്പരം, തിരുവനന്തപുരം അമൃത് ഭാരത് ബുധനാഴ്ചകളിൽ വൈകിട്ട് 5:30 പുറപ്പെട്ട് വ്യാഴാഴ്ച രാവിലെ 8 തിരുവനന്തപുരത്തെത്തും. തിരിച്ച് വ്യാഴാഴ്ച രാവിലെ 10:40 പുറപ്പെട്ട് അന്ന് രാത്രി 11:45 താമ്പരത്തെത്തും. തിരുച്ചിറപ്പള്ളി, മധുര, നാഗർകോവിൽ വഴിയാണ് യാത്ര. ചർലപ്പള്ളി തിരുവനന്തപുരം വണ്ടി ചർലപ്പള്ളിയിൽ നിന്ന് ചൊവ്വാഴ്ചകളിൽ രാവിലെ 7:15 പുറപ്പെട്ട് ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:45 തിരുവനന്തപുരത്തെത്തും. തിരിച്ച് ബുധനാഴ്ച വൈകിട്ട് 5:30 പുറപ്പെട്ട് വ്യാഴാഴ്ച രാത്രി 11:30 ചർലപ്പള്ളിയിലെത്തും. കോട്ടയം, എറണാകുളം, ജോലാർപേട്ട, ഗുണ്ടൂർ, നാൽഗൊണ്ട വഴിയാണ് യാത്ര. അതിനിടെ ഇന്ത്യൻ റെയിൽവേ പുതിയതായി പുറത്തിറക്കിയ വന്ദേ ഭാരത് സ്ലീപ്പർ എക്സ്പ്രസ്, അമൃത് ഭാരത് 2 എക്സ്പ്രസ് ട്രെയിനുകൾക്കായി കർശനമായ ടിക്കറ്റ് റദ്ദാക്കൽ റീഫണ്ട് നിയമങ്ങൾ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. 2026 റെയിൽവേ നയരൂപീകരണത്തിന്റെ ഭാഗമായാണ് ഈ മാറ്റങ്ങൾ. സാധാരണ ട്രെയിനുകളെ അപേക്ഷിച്ച് ഈ പ്രീമിയം ട്രെയിനുകളിൽ ടിക്കറ്റ് റദ്ദാക്കുമ്പോൾ നിക്ഷേപകർക്ക് വലിയ തുക നഷ്ടമാകാൻ സാധ്യതയുണ്ട്. പുതിയ നിയമപ്രകാരം വന്ദേ ഭാരത് സ്ലീപ്പർ, അമൃത് ഭാരത് 2 ട്രെയിനുകൾ പുറപ്പെടുന്നതിന് 8 മണിക്കൂറിനുള്ളിൽ സ്ഥിരീകരിച്ച ടിക്കറ്റുകൾ റദ്ദാക്കിയാൽ പണം തിരികെ ലഭിക്കില്ല. സാധാരണ ട്രെയിനുകളിൽ ട്രെയിൻ പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുൻപ് വരെ റീഫണ്ട് ലഭിക്കാറുണ്ട്. എന്നാൽ ഈ പ്രീമിയം ട്രെയിനുകളിൽ ചാർട്ട് തയ്യാറാക്കുന്നത് 8 മണിക്കൂർ മുൻപായതിനാലാണ് ഇത്തരമൊരു മാറ്റം. 2026 ജനുവരി മുതൽ പുറത്തിറങ്ങുന്ന എല്ലാ പുതിയ അമൃത് ഭാരത് ട്രെയിനുകളെയും അമൃത് ഭാരത് 2 എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ജനുവരി പകുതിയോടെ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്ത വന്ദേ ഭാരത് സ്ലീപ്പർ, അമൃത് ഭാരത് 2 ട്രെയിനുകളിൽ ഈ പുതിയ നിയമങ്ങൾ ഇതിനകം ബാധകമായിട്ടുണ്ട്. യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ടിക്കറ്റ് ഉറപ്പാക്കണമെന്നും അവസാന നിമിഷം റദ്ദാക്കുന്നത് ഒഴിവാക്കണമെന്നും റെയിൽവേ യാത്രക്കാർക്ക് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.